ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ നേരം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. ചില സമയത്ത് മിക്സി ജാറിനൊക്കെ വല്ലാത്തൊരു ബാഡ് സ്മെല്ല് വരുമല്ലേ. പെട്ടെന്ന് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇതിൽ അരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കഴുകി പിന്നെ നമ്മൾ ഡ്രൈ ആക്കാൻ വെച്ചിട്ട് എടുക്കുക എന്നുള്ളതൊക്കെ നമുക്ക് പ്രയാസമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കട്ടൻ ചായ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ബാഡ് സ്മെല്ല് വലിച്ചെടുക്കാനും അതുപോലെ തന്നെ ബാക്ടീരിയാസിനൊക്കെ അകറ്റാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഐസ് ക്യൂബ്സ് ആണ് കേട്ടോ. ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ജാറിൻ്റെ ബ്ലേഡിന് നന്നായിട്ട് മൂർച്ച വരാനും അതുപോലെ തന്നെ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് അത് ക്ലീൻ ആയി കിട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ രാത്രി ഹോളിലൂടെ വരുന്ന പാറ്റ, പല്ലി എന്നിവയെ നമുക്ക് അകറ്റാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ്. അതുപോലെ തന്നെ ബാക്ടീരിയാസും പോവും, ബാഡ് സ്മെല്ലും പോവും. അത് അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് വിനീഗർ പേസ്റ്റ് അതുപോലെ തന്നെ കുറച്ച് ഉജാലയും കൂടെയാണ്. ഞാനിപ്പോൾ 2 വിനീഗർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ട് ബാക്കിയുള്ളത് നമ്മുടെ പുതിയ ബോട്ടിൽ നിന്നും എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വിനീഗർ ആദ്യമായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എടുത്തിട്ടുള്ള വിനീഗർ ആയാലും പേസ്റ്റ് ആയാലും ഉജാല ആയാലും നല്ലൊരു ക്ലീനിങ് ഏജന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇത് മൂന്നും കൂടി ചേർന്ന സമയത്ത് നല്ലൊരു 100% തന്നെ അത്ഭുതകരമായ ഒരു റിസൾട്ട് തന്നെയാണ് ട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഏകദേശം ഇത്രയും ഞാൻ വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് പതഞ്ഞ് പൊങ്ങി വരുന്നത് കാരണം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് വലിയ ബൗളാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഉജാലയാണ് കേട്ടോ. ഉജാല നമ്മളുടെ വസ്ത്രത്തിനായാലും അതുപോലെ നമ്മുടെ ക്ലോസറ്റിന്, സിങ്കിനൊക്കെ നല്ല കളർ, നല്ല വെണ്മ ലഭിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നല്ലൊരു ക്ലീനിങ് ഏജന്റ് ആണ് കേട്ടോ. നമ്മൾ പുറത്തു നിന്നും ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് സൊല്യൂഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വലിയ വില കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് കറ കളയാനും അതുപോലെ തന്നെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാനും ഒക്കെ പറ്റുന്നതാണ്. എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വെച്ചിട്ട് എന്തെല്ലാം ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, നന്നായിട്ട് കറ പിടിച്ചിട്ടുള്ള പാത്രങ്ങളാണ്. നമ്മൾ സാധാരണ സോപ്പ് ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ ഒരിക്കലും നമുക്കിത് നന്നായിട്ട് ക്ലീൻ ആയി കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാജിക് സൊല്യൂഷൻ ഞാൻ ഒരു സ്ക്രബ്ബറിലേക്ക് ആക്കി കൊടുത്തിട്ട് എല്ലായിടത്തും നന്നായിട്ടൊന്ന് തേച്ച് ഒരു 10-15 മിനിറ്റ് ഈ പാത്രം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷമാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇത് പാത്രം ക്ലീൻ ചെയ്യാൻ മാത്രമല്ല, നമ്മുടെ സിങ്ക് ആയാലും അതുപോലെ തന്നെ ക്ലോസറ്റ് ആയാലും സ്പേസ് ഒക്കെ നന്നായിട്ട് നമുക്ക് കറകളഞ്ഞ് വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മാജിക് സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രമൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ക്ലീൻ ആക്കിയിട്ട് കുറേ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഉണങ്ങി പിടിച്ചിട്ടുള്ള കറകളുണ്ട്. ഇതുപോലുള്ള കറകളൊക്കെ വളരെ നിഷ്പ്രയാസം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ. ഇത് തേച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ കറകളൊക്കെ ഇളകി പോകുന്നുണ്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് തേച്ച് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 10-15 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് ക്ലീൻ ആക്കി കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, കറയൊക്കെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. ഈ ബാക്ക് സൈഡിലുള്ള കറയൊക്കെ പോയിട്ടുണ്ട്. ഉൾഭാഗത്ത് കുറച്ചുകൂടെ കറയുണ്ട്. അതും ഞാൻ ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. പൊരിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ കണ്ടില്ലേ, നന്നായിട്ട് കറയൊക്കെ ഇളകി പോയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു സൊല്യൂഷൻ തന്നെയാണ് ഈ ഒരു മാജിക് സൊല്യൂഷൻ. നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. പാത്രങ്ങൾ നമുക്ക് ഫ്രിഡ്ജ് ആയാലും അതുപോലെ തന്നെ മിക്സി ആയാലും ഒക്കെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റിയത് തന്നെയാണ് കേട്ടോ. ഈ ഒരു സൊല്യൂഷൻ മാത്രം മതിയാവും നമുക്കൊരു വീട് മുഴുവനായിട്ടും ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, കഴുകിയതിന് ശേഷമുള്ള ഒരു വ്യൂവും അതിന് മുമ്പുള്ള ഒരു വ്യൂവും നിങ്ങൾ കണ്ടതില്ലേ. നന്നായിട്ട് പാത്രങ്ങൾക്ക് നമുക്ക് ഇവിടെ തിളങ്ങി കിട്ടിയിട്ടുണ്ട്. സെറാമിക് ആയാലും ഇതുപോലെ തന്നെ ഗ്ലാസ് ബൗൾ ആയാലും സ്റ്റീൽ പാത്രങ്ങളായാലും ഒക്കെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ആയി വരുന്നതാണ്. അപ്പോൾ എല്ലാം ഞാനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പാത്രങ്ങളും ഒരുപോലെ തന്നെ നമുക്ക് ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. നമ്മളിതുപോലുള്ള നൂലൊക്കെ പെട്ടിയിൽ കുറേ അധികം ഇട്ട് വയ്ക്കുന്ന സമയത്ത് കെട്ട് കുടുങ്ങി അതെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ നല്ല പാടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലേഡ് ഉപയോഗിച്ച് അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അന്നേരം അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മൾ ഈ നൂല് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു നൂല് ഒന്നിനോട് ഒട്ടിപ്പിടിക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള സ്റ്റിക്കർ പൊട്ട്
പോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആ നൂല് അഴിഞ്ഞു വരുന്ന ഈ ഒരു സ്റ്റാർട്ടിങ് ഭാഗമല്ലേ അതുപോലെ ഒന്ന് വെച്ച് കൊടുത്തൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതും അവിടെ ഒട്ടിയിരുന്നോളും. ഒന്നൊന്നിനോട് കലരി ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഇതുപോലുള്ള ബ്ലൗസ് ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ ഡെയിലി സേഫ്റ്റി പിന്നൊക്കെ കുത്തി ഉപയോഗിക്കുന്ന കാരണം തന്നെ പെട്ടെന്ന് അത് കീറി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടില്ലേ, അറിയാതെ ഞാൻ കുത്തി ആ ബ്ലൗസൊക്കെ നന്നായിട്ട് ഓട്ടയാ വന്നിട്ടുണ്ട്. ഈ ഒരു ടിപ്പ് അറിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പുതിയ ബ്ലൗസൊക്കെ ഇടുന്ന സമയത്ത് ഇതുപോലെ സേഫ്റ്റി പിന്നിലൊരു സ്റ്റിക്കർ പോട്ട് വെച്ച് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കറോ അതും അല്ലെങ്കിൽ നമ്മൾ കളറായിട്ടുള്ള ബീഡ്സ് ഉണ്ടാവുമല്ലോ, ഈ ബ്ലൗസിന് മാച്ച് ആയിട്ടുള്ള കളർ ബീഡ്സും ആ സേഫ്റ്റി പിന്നിലേക്ക് ഇട്ട് കൊടുത്ത് കുത്തി കൊടുക്കാം. അല്ലെങ്കിൽ ആ സേഫ്റ്റി പിന്നിൻ്റെ ഹോളിൽ കുറച്ച് നെയിൽ പോളിഷ് ഇട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മളുടെ വീട്ടിൽ കുറേ അധികം സ്വിച്ച് ഉണ്ടാവും. പ്രായമായവരും ചെറിയ മക്കളൊക്കെ ഉണ്ടാവും. അവർക്കത് അറിയുന്നുണ്ടാവില്ല. മാത്രമല്ല ചില സ്വിച്ചുകൾ വർക്ക് ആവില്ല, അതും അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് കളറായിട്ടുള്ള സ്റ്റിക്കർ പൊട്ടുകൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ല നല്ല ദിവസങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മറന്നു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണല്ലേ. അപ്പോൾ ഓർമ്മയുള്ള സമയത്ത് ഇതുപോലെ നമ്മൾ അവിടെ ഒരു സ്റ്റിക്കർ പൊട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഡേറ്റ് പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം മറന്നു പോകുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഈ ട്രിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. അടുത്തതായിട്ട് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബുക്കൊക്കെ വായിച്ചിരിക്കുകയായിരിക്കും. പെട്ടെന്ന് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ജോലി വരും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് ഫോൺ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഗം നമ്മൾ അടച്ചു വെക്കുകയാണെങ്കിൽ പിന്നീട് അത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. സ്റ്റിക്കർ പൊട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു അറ്റ ഭാഗത്തായിട്ട് നമ്മളൊന്ന് ഒട്ടി വെച്ച് വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ആ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള ആ ഭാഗം പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. മാത്രമല്ല നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ടാവും, ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ അവർ മടക്കി വെക്കുന്നത് കാണാം. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബുക്കൊക്കെ നാശമായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതുപോലെ ആ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഭാഗത്ത് നമ്മൾ ഈ പൊട്ട് വെച്ച് കുത്തി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ പേജ് എടുത്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. അപ്പം ഞാൻ മോൻ്റെ ബുക്കിലാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും, ഇത് മടക്കി വയ്ക്കുന്ന സമയത്ത് ആ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഭാഗമൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഡ്രോയിങ് ഒട്ടും അറിയാത്തവർക്ക് വളരെ എളുപ്പത്തിൽ പൊട്ട് വെച്ചിട്ട് ഇതുപോലുള്ള ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാണാനും നല്ല ഭംഗിയായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ 100-ൽ 80% പേരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് അകാലനര, മുടികൊഴിച്ചിൽ, താരൻ എന്നിവ. അകാലനരയൊക്കെ വരുന്ന സമയത്ത് തന്നെ നമുക്ക് വല്ലാത്തൊരു ടെൻഷൻ ആയിരിക്കും. അപ്പോൾ കെമിക്കൽസ് ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ യൂസ് ചെയ്യായിരിക്കും പതിവ്. എന്നാൽ അത് നമുക്ക് കൂടുതൽ നരയുണ്ടാവാനും മുടി പൊട്ടിപ്പോകാനും മുടി കൂടുതൽ കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നാൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്കത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് റോസ്മെരി ലീവ്സ് ആണ് കേട്ടോ. പണ്ട് കാലം മുതൽ തന്നെ നമ്മളുടെ ആഹാരത്തിന് നല്ല രുചിയും മണവും കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒന്നായിരുന്നു റോസ്മെരി ലീവ്സ്. അകാല നര, മുടികൊഴിച്ചിൽ, നെറ്റിക്കയറൽ, താരൻ, ചൊറിച്ചിൽ എന്നിവയ്ക്ക് നല്ലൊരു ഉത്തമ പരിഹാരം കൂടിയാണ്. ഇത് ഓൺലൈനായിട്ട് നമുക്ക് വളരെ വിലക്കുറവിൽ കിട്ടുന്നതാണ്. ഇതിൻ്റെ റോസ്മെരി ഓയിൽ, അതുപോലെ തന്നെ ഹെയർ സിറം, ഹെയർ ടോണറൊക്കെ ഉണ്ട്. അതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഇതുപോലെ നമ്മൾ ഇല വാങ്ങിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഹെയർ സിറമും ഹെയർ ഓയിലും ഹെയർ ടോണറൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. മാത്രമല്ല നമുക്ക് ഡ്രൈഡ് ലീവ്സ് ആയിട്ടും അതുപോലെ തന്നെ പച്ച ഇലയായിട്ടും പൗഡർ ആയിട്ടും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ആവശ്യം അത് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതിൽ ധാരാളമായിട്ട് കാർണോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെ തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുന്നത് മൂലം ഡെഡ് സെൽസിനെ ഉത്തേജിപ്പിച്ച് രക്തയോട്ടം കൂട്ടി മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ വളരുന്ന മുടി നല്ല കരുത്തോടുകൂടെ കറുപ്പ് നിറമായിട്ട് കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇത് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇപ്പോൾ തലേ ദിവസം നന്നായിട്ട് വെള്ളം ചൂടാക്കി അതിലേക്ക് ആ ഡ്രൈഡ് ലീവ്സ് ഇട്ട് വെച്ച വെള്ളമാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം കുളിക്കുന്നതിന് മുമ്പായിട്ട് അരമണിക്കൂറിന് മുമ്പ് നന്നായിട്ട് നമ്മുടെ തലയിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് മസാജ് ചെയ്ത് വരികയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മുടി കൊഴിച്ചിൽ, താരൻ അതുപോലെ തന്നെ അകാല നരയൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ തലേ ദിവസം വെള്ളത്തിലിട്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതിന് വേണ്ടി ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല കരുത്ത് കിട്ടാനും വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ഉലുവ. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവയൊന്നും ഇടാതെ തന്നെ നമുക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് ആ ലീവ്സ് മാത്രമായിട്ട് ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഉലുവ ഞാൻ ഇട്ട് കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉലുവ ഇട്ട് കൊടുക്കുക. അപ്പോൾ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇത്രയും
ഡ്രൈഡ് ലീവ്സ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ടത്തലയിൽ വരെ മുടി കിളിർക്കുന്ന നല്ലൊരു അത്ഭുത മരുന്ന് തന്നെയാണ് നമ്മുടെ ഒരു റോസ്മേരി. അപ്പോൾ ഇത് ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് അരമണിക്കൂർ ഞാനിതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേ നമുക്ക് അതിൻ്റെ ആ എസൻസ് ഒക്കെ നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി വരുള്ളൂ. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു പിന്നെ ടോണറും അതുപോലെ തന്നെ ഹെയർ സിറം ഓയിലൊക്കെ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇതൊന്നും നമ്മൾ വലിയ വില കൊടുത്ത് പുറത്തൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ടൈം വേസ്റ്റ് ഒന്നുമില്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. സൈഡ് എഫക്റ്റും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെറിയ മക്കൾ മുതൽ നമുക്ക് വലിയവർ വരെ പേടി കൂടാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ ആ എസൻസ് ഒക്കെ അതിലേക്ക് ഇറങ്ങി വരുമ്പോൾ അതിൻ്റെ കളർ കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് മാറി വരുന്നുണ്ട്. ഇതൊരു കട്ടൻ ചായയുടെ കളറായിട്ട് വരുന്നത് വരെ തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ എസൻസ് ഒക്കെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരിക. അപ്പോൾ നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഈ സമയത്ത് 2 ഗ്രാമ്പോ അല്ലെങ്കിൽ 2 കുരുമുളകോ ചതച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഒരു 2 ആഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ യൂസ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ചൊരു 10 മിനിറ്റ് നമ്മൾ പുറത്ത് വെച്ചതിന് ശേഷം തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ടൈം നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഏറ്റവും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് തലേദിവസം ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ ഗ്യാസ് ഒന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് നമുക്കത് എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. ടൈം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് അതുപോലെ മറന്നു പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ 2 രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ 100% തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നമ്മളുടെ ഈ ഒരു വാട്ടർ നന്നായിട്ട് പിന്നെ ഒരു കട്ടൻ ചായയുടെ കളറായി വന്നിട്ടുണ്ട്. ചൂടാറിയതിനു ശേഷം ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള സ്പ്രേ ബോട്ടിലാണെങ്കിൽ നമുക്ക് തലയോട്ടിയിലൊക്കെ അത് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായി. അപ്പം ഞാൻ ഈ ഒരു ഹെയർ സിറം മോളുടെ തലയിലും മോൻ്റെ തലയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക. ഓരോരോ മുടിയഴിയും എടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അരമണിക്കൂറിന് ശേഷം കഴുകി കളയാം. അല്ലെങ്കിൽ നമ്മൾ അതുപോലെ വെച്ച് ഉണക്കി നമ്മളെ തലയിൽ വെക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. കുളിച്ചതിന് ശേഷം നിങ്ങൾക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. രാത്രിയിലും ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം ഉള്ളത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നീരിറക്കത്തിൻ്റെ പ്രശ്നമില്ലാത്തവർക്ക് ഇതുപോലെ തലയിൽ അപ്ലൈ ചെയ്തതുപോലെ തന്നെ വെക്കുകയാണെങ്കിൽ യാതൊരു പ്രോബ്ലം വരുന്നതല്ല. അപ്പോൾ എല്ലാവരും ഈ നാച്ചുറലായിട്ടുള്ള ഒരു ടിപ്സ് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.